ഇല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ്, ഇപ്പം നമ്മളൊരു പബ്ലിക് ഇതിനാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ കിടന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ പലപ്പോഴും പ്രസൻറ്റേഷൻസ്, ഇൻ്റർവ്യൂസ്, ഇങ്ങനെ നമ്മളെ വളരെ എന്താ പറയുക ഒരു മുൾമുനയിൽ നിർത്തുന്ന ഓരോ ഇവൻറ്റ്സ് വരാറുണ്ടല്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ജോയിൻസും ഇങ്ങനെ ഒന്ന് ജമ്പ് ചെയ്യുക, അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊന്ന് എക്സസൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ്, ഇപ്പം നമ്മളൊരു പബ്ലിക് ഇതിനാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ കിടന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് ഇറങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ സീ ദാറ്റ് ആ ബിൽഡ് ചെയ്യുന്ന എനർജി പെട്ടെന്ന് വെയർ ഔട്ട് ചെയ്യും. നമ്മൾ സ്റ്റെപ്പ് കയറുക എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പ് നടന്നിട്ട് വരരുത്, ഒരു 3-4 പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ടയർഡാവുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ സ്ട്രെസ്സ് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. സോ ദ ടിപ്പ് നമ്പർ 3 ഈസ് ഫോക്കസ് ഓൺ ഡീആക്ടിവേഷൻ ഓഫ് സ്ട്രെസ് എക്സസൈസ്. ഡീആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി, സ്ട്രെസ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള എക്സസൈസിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതോ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് നടക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് ചെറുതായിട്ടൊരു ജോഗ് ചെയ്യുന്നതോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് കുറയും. ആൻഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് ഡ്രിങ്കിങ് വാട്ടർ ബ്രിങ്സ് ഡൗൺ യുവർ സ്ട്രെസ് ലെവൽ.